പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റാണ് വോൾട്ട് അഥവാ വി. പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൻ്റെ യൂണിറ്റ് വോൾട്ട് അല്ലെങ്കിൽ വി. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള ഉപകരണമാണ് വോൾട്ട് മീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാനുള്ള യൂണിറ്റ് ഉപകരണം വോൾട്ട് മീറ്റർ. ഒരു ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവിനെയാണ് വിദ്യുത് ചാലകബലം അഥവാ EMF എന്ന് പറയുന്നത്. എന്താണ് വിദ്യുത് ചാലകബലം അല്ലെങ്കിൽ EMF? ഒരു ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുന്നതിനുള്ള കഴിവിനെയാണ് വിദ്യുത് ചാലകബലം എന്ന് പറയുന്നത്. അപ്പോൾ ചാലകത്തിന്റെ അഗ്രങ്ങൾക്കിടയിൽ എന്ത് നിലനിർത്തണം? പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്തുകയാണെന്നുള്ള കഴിവാണ് വിദ്യുത് ചാലകബലം. EMF അളക്കുന്ന യൂണിറ്റും വോൾട്ട് തന്നെയാണ്. അത് ഒരു വൈദ്യുത സ്രോതസ് തുറന്ന സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിന്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസമാണ് ആ സെല്ലിന്റെ വിദ്യുത് ചാലകബലം. അപ്പോൾ ഒരു സെല്ലിന്റെ വിദ്യുത് ചാലകബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വൈദ്യുത സ്രോതസ് തുറന്ന സർക്യൂട്ടിലായിരിക്കുമ്പോൾ അതിന്റെ ടെർമിനലുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം. അപ്പോൾ ടെർമിനൽ എന്ന് പറഞ്ഞാൽ അഗ്രഭാഗം. ഒരു സെല്ലിന്റെ പോസിറ്റീവിനെ രണ്ടാമത്തെ നെഗറ്റീവിലേക്ക് എന്ന ക്രമത്തിൽ സെല്ലുകളെ ഒന്നിനൊന്നായി തുടർച്ചയായി ബന്ധിപ്പിക്കുന്ന രീതിയാണ് ശ്രേണി രീതി. അപ്പോൾ സെല്ലുകൾ നമുക്ക് രണ്ട് രീതിയിൽ ബന്ധിപ്പിക്കാം. ഒന്ന് ശ്രേണി രീതിയിൽ, അതായത് ഒരു സെല്ലിന്റെ പോസിറ്റീവ് മറ്റേതിന്റെ നെഗറ്റീവ്, അങ്ങനെ ക്രമത്തിൽ നമുക്ക് തുടർച്ചയായിട്ട് ബന്ധിപ്പിക്കാം. അല്ലെങ്കിൽ സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കാം, അത് സമാന്തര രീതി. പരസ്പരം ഒരുപോലെയുള്ള ഭാഗങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സമാന്തര രീതി. പിന്നെ ഒന്ന് നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെ ബന്ധിപ്പിക്കുന്നത് ശ്രേണി രീതി. വൈദ്യുത ചാർജുകളുടെ ഒഴുക്കിനെയാണ് നമ്മൾ വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറഞ്ഞാൽ വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ്. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവ്. അതെങ്ങനെ കാണും? വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയും. ആ കറണ്ട് കാണുന്നത് എങ്ങനെയാണ്? ചാർജിന്റെ അളവ് ബൈ പ്രവഹിച്ച സമയം. ചാർജിന്റെ അളവ് ബൈ പ്രവഹിച്ച സമയം. കറണ്ടിന്റെ യൂണിറ്റ് കൂളോംസ് പെർ സെക്കൻഡ് അഥവാ ആംബിയർ. അപ്പോൾ കറണ്ടിന്റെ യൂണിറ്റ് ഏതാണ്? കൂളോം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംബിയർ എന്ന് പറയുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് ആണ് കൂളോം പെർ സെക്കൻഡ് അഥവാ ആംബിയർ. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. എന്താണ് ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണം? അമ്മീറ്റർ. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. അപ്പോൾ എന്താണ്? ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവാണ് വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് ചാർജിന്റെ അളവിനെ പ്രവഹിച്ച സമയം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നതാണ് കറണ്ട്. അപ്പോൾ ചാർജിന്റെ അളവ് ബൈ പ്രവഹിച്ച സമയം. കറണ്ടിന്റെ യൂണിറ്റ് കൂളോം പെർ സെക്കൻഡ് അല്ലെങ്കിൽ ആംബിയർ എന്ന് പറയും. ഇലക്ട്രിക് കറണ്ട് അളക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്നത് വോൾട്ട് മീറ്റർ. അതുപോലെ ഇലക്ട്രിക് കറണ്ട് അളക്കുന്ന ഉപകരണം അമ്മീറ്റർ. സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി. അപ്പോൾ സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കും? സമാന്തരമായിട്ട്, അതായത് സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയാണ് സർക്യൂട്ടിൽ വോൾട്ട് മീറ്റർ ബന്ധിപ്പിക്കുന്ന രീതി. ഓം നിയമം എന്താ പറയുന്നത്? ഓം നിയമം അനുസരിച്ച് താപനില സ്ഥിരമായിരുന്നാൽ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിന്റെ അഗ്രഹങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരനുപാതത്തിലായിരിക്കും. ഇതാണ് ഓം നിയമം പറയുന്നത്. താപനില അല്ലെങ്കിൽ മറ്റു സാഹചര്യങ്ങൾക്ക് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിന്റെ അഗ്രഹങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരനുപാതത്തിലായിരിക്കും എന്നാണ് ഓം നിയമം പറയുന്നത്. അപ്പം എന്താണ്? താപനില സ്ഥിരമായിരുന്നാൽ എന്താണ് ആ ചാലകത്തിലൂടെയുള്ള കറണ്ട് അതിന്റെ അഗ്രഹങ്ങൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേരനുപാതത്തിലായിരിക്കും. R എന്ന് പറയുന്നത് സ്ഥിരസംഖ്യയാണ്. ഈ സ്ഥിരസംഖ്യയാണ് ചാലകത്തിന്റെ പ്രതിരോധം R V/I എന്നാണ് പ്രതിരോധത്തിന് അല്ലെങ്കിൽ R കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഓം നിയമം അനുസരിച്ച് പ്രതിരോധം R V/I. ഓം നിയമം അവതരിപ്പിച്ച ജോർജ് സൈമൺ ഓം ആണ്. ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഓം നിയമം അവതരിപ്പിച്ചത്. ജോർജ് സൈമൺ ഓം.